സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൈത്തൺ ഇൻസ്റ്റാളേഷൻ, പൈത്തണും വിഷ്വൽ സ്റ്റുഡിയോ കോഡും ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞു. വിൻഡോസിലും മാക്കിലും നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ ഇന്ന് തൊട്ടിട്ട് നമ്മൾ ഈ ഒരു സീരീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു സീരീസ് എത്ര കാലം നീണ്ടു നിൽക്കുന്നു പറയാൻ പറ്റില്ല. ഞാനൊരു ലോങ് സീരീസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് പൈത്തൺ, അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടിങ് ലൈബ്രറീസ്, അത് കഴിഞ്ഞിട്ട് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, NLP, അങ്ങനെ ഡാറ്റ സയൻസ് ഏരിയയിലേക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ, അത് വിഷ്വലൈസേഷൻ, എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോങ് ജേർണിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു ഏരിയയിൽ, അതായത് ഇനി വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ പറയുന്ന എല്ലാം തന്നെ. സോ ഫ്യൂച്ചറിലേക്ക് ആസ് യു നോ IT ഏരിയ തന്നെ, IT വേണ്ട എല്ലാ ഏരിയയിലേക്കും AI ഇല്ലാതെ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. സോ അത് എല്ലാവർക്കും, അത് IT ഏരിയയിലേക്ക് പോകുന്നവർ മാത്രമല്ല, നോൺ IT ഏരിയ ആണെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റുകളും ആവശ്യമാണ്. പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരു ആള് ഇനി ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും ഇനി പറഞ്ഞു വരുന്നത്. സോ നമ്മൾ ആ ഒരു സീരീസിന്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് എന്ന കൺസെപ്റ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ്. നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് ഉറപ്പിക്കണം എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആയിരുന്നു. നമ്മളൊരു വീട് വെക്കുകയാണ്, അപ്പോൾ അതിന്റെ ബേസ് ഏറ്റവും സ്ട്രോങ് ആക്കി വെച്ചാൽ മാത്രമേ മുകളിലേക്ക് എത്ര വലിയ സാധനം കെട്ടിപ്പൊക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ അതിനൊരു കാര്യമില്ല നമ്മൾ പറയാറുണ്ട്. സോ അതുപോലെ ഏറ്റവും സ്ട്രോങ് ആക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ്. സോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡാറ്റ ടൈപ്സ്. സോ എന്താണ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ IT വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്, അല്ലെ? സോ ഇൻഫർമേഷൻ എന്ത് പറഞ്ഞാൽ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വാല്യൂബിൾ ഡാറ്റയാണ്, അല്ലെ? മീനിങ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, മിഥുൻ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആണ്, അതെന്റെ പേരാണ്, അല്ലെ? അതുപോലെ 25 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, അതൊരാളുടെ ഏജ് ആണ്. അല്ലെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്നത് ഒരാളുടെ ലൊക്കേഷൻ ആണ്, അല്ലെ? അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റകളെയും നമ്മൾ എന്ത് പറയും? ഇൻഫർമേഷൻ. അതൊരു മീനിങ് വാല്യൂ അതിനുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താവും? ഒരു ഇൻഫർമേഷനായി മാറും. സോ ഇൻഫർമേഷനുകളുടെ ടെക്നോളജിയാണ് ശരിക്കും IT എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീനിങ് ഡാറ്റകളുടെ ഒരു ഹ്യൂജ് കളക്ഷനാണ് IT എന്ന് പറയുന്നത്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഡാറ്റ അനലിറ്റിക്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ അതിൽ മൊത്തം ഡാറ്റയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ അതിനെ പല രീതിയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആ ഡാറ്റയെ എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? സോ ഈ ഡാറ്റ, ഒരുപാട് ഡാറ്റ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്റെ പേര് മിഥുൻ, ഓക്കെ? ഇതൊരു ഡാറ്റയാണ്. സോ ഈ കോട്ട് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, 25 ഇതൊരു ഡാറ്റയാണ്. 30.5 ഇതൊരു ഡാറ്റയാണ്. വേറെന്താ? ഓക്കെ, കണ്ണൂർ ഇതൊരു ഡാറ്റയാണ്. സോ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഡാറ്റയാണ്, അല്ലെ? അപ്പൊ എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാറ്റയുടെ ടൈപ്പ് എന്താണോ അതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഡാറ്റയുടെ ടൈപ്പ് ഇതെന്താ? ഇതൊരു ടെക്സ്റ്റ് ആണ്, അല്ലെ? ടെക്സ്റ്റ്. ഇതെന്താ? ഒരു നമ്പർ ആണ്. ഓക്കെ, ഇതും നമ്പേഴ്സ് ആണ്, അല്ലെ? നമ്പറിൽ തന്നെ 2 പാർട്ടുണ്ട്, ഞാൻ പറയാം. ഇതും ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് ആണ്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ ആ ടൈപ്പ് എന്താണെന്ന് പറയുന്നതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ വി ഹാവ് ടു ഡീൽ വിത്ത് ലോഡ് ഓഫ് ഡാറ്റ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നോർമൽ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇമേജ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇമേജ്, അല്ലെ? ഇമേജ് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഓഡിയോ ഫയൽസ്, അല്ലെ? വോയിസ് ഒക്കെ വരുന്ന അത് ഒരു ടൈപ്പ് ഓഫ് വേറൊരു ഡാറ്റയാണ്. വീഡിയോസ് വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ലോഗ് ഫയൽസ് അത് വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റകളുണ്ട്. അപ്പൊ അതാണ് ഒരു ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് പറയുന്നതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് വരുന്ന സമയത്ത്, സോ ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. സോ നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ബേസിക്സ് ആയിട്ടുള്ള 4 ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്പേഴ്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് നമ്പേഴ്സ്.
നമ്പേഴ്സിന്റെ അകത്ത് രണ്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് 20, 1, 0, 10 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ പറയുന്നത് ഹോൾ നമ്പേഴ്സ് അല്ലെ, ഹോൾ നമ്പേഴ്സ്. ഇനി നമ്പേഴ്സ് വേറെ ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 3.14 അല്ലെ, 25.3, 2.0 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഫ്രാക്ഷണൽ നമ്പേഴ്സ്. സോ നമ്പേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോൾ നമ്പേഴ്സും ഫംഗ്ഷൻ നമ്പേഴ്സും. ഇതുപോലെ ഈ ഹോൾ നമ്പേഴ്സിനെ പ്രോഗ്രാമിംഗിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. ഇന്റ് ഇതൊരു കീവേഡ് കൂടിയാണ്. കീവേഡ് എന്താണെന്ന് ഞാൻ ഇൻ ഡീറ്റെയിൽ കീവേഡ്സ് എന്താണെന്ന് പറയുമ്പോൾ പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞിട്ട്. വിത്തിൻ ഒരു സം ടൈം ഐ വിൽ ടെൽ യു. ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ പ്രോഗ്രാമിംഗിൽ കാണിക്കുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഫ്ലോട്ട്, ഇൻറ്റും ഫ്ലോട്ടും ഈ രണ്ട് ഡാറ്റ ടൈപ്പ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്റ്, ഫ്ലോട്ട്. നമ്പേഴ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്. നമ്മളിപ്പോ ബേസിക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഒരുപാട് ഡാറ്റ ടൈപ്സ് നമുക്ക് ഫ്യൂച്ചറിൽ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോ ഇതിന്റെ കളക്ഷൻസ് വരും. ഇപ്പൊ ഇന്റിജറിനും ഫ്ലോട്ടും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്, അതിന്റെ കുറെ കളക്ഷൻസ്, അങ്ങനെ ഒരുപാട് ഡാറ്റ ടൈപ്സ് വരും. അപ്പം അതിലേക്ക് നമുക്ക് എത്താം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി ബേസിക് ഡാറ്റ ടൈപ്സ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പൊ അതില് നമ്പേഴ്സിൽ വരുന്ന രണ്ട് ഡാറ്റ ടൈപ്പ് ആണ് ഇന്റിജറും ഫ്ലോട്ടും. ഓക്കെ, സോ ഹോൾ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റിജേഴ്സ്. അതായത് പ്രോഗ്രാമിൽ പറയുന്ന ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോ ഒരു പേര്, ഓക്കെ, മിഥുൻ അല്ലെ, മിഥുൻ. ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ കണ്ണൂർ. ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡാറ്റാസ് വരും അല്ലെ, ടെക്സ്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ്. അപ്പൊ നമ്മള് പൈത്തണില് ടെക്സ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ടെക്സ്റ്റ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പല രീതിയിലുണ്ട്. ഇപ്പം ജാവയിലൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് തന്നെയാണ്, സ്ട്രിങ് ആണ്. ജാവയിലൊക്കെ സ്ട്രിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈത്തണില് സ്ട്രിങ് തന്നെയാണ് സ്ട്രിങ്. ഓക്കെ, പക്ഷെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് str വെച്ചിട്ടാണ്. ഓക്കെ, str. പൈത്തണില് ടെക്സ്റ്റ് ക്യാരക്ടേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് str എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. ഇപ്പൊ ജാവയിലൊക്കെ ഇപ്പോ സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ ലെറ്റർ സി എന്ന് പറയുകയാണെങ്കിൽ അത് ക്യാരക്ടർ ആണ്. ഓക്കെ, ക്യാരക്ടർ. ഇനി അത് വേർഡ്സ് ആകുമ്പോൾ, അതായത് CHO ഇങ്ങനെയുള്ള ഒരു വേർഡ് ആയി മാറുമ്പോൾ ഇത് സ്ട്രിങ് ആണ്, STRING. പക്ഷെ പൈത്തണില് ക്യാരക്ടർ ആയാലും സ്ട്രിങ് ആയാലും എങ്ങനെയായാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് str വെച്ചിട്ടാണ്. ഓൺലി വൺ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ടെക്സ്റ്റ് ടൈപ്പിന് മൊത്തമായിട്ട് str എന്ന് പറയുന്ന ഒറ്റ ഡാറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ. സോ str. നമ്മൾ മൂന്ന് ഡാറ്റ ടൈപ്പ് പഠിച്ചു: ഇന്റിജർ, ഫ്ലോട്ട്, str. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, സോ let's clear this. സോ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഡാറ്റ ടൈപ്പ്. അത് നിങ്ങൾ അധികം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് യെസ് അല്ലെങ്കിൽ നോ. ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ ഈ ഒരു ആൻസർ ആണ് എപ്പോഴും പറയാറ് അല്ലെ, എനിക്ക് യെസ് അല്ലെങ്കിൽ നോ. ഇതില് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആകെ ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ, ഒന്നിക്ക് യെസ് അല്ലെങ്കിൽ നോ. ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്സുകൾ പ്രോഗ്രാമിംഗിൽ വരും. അപ്പൊ പൈത്തണിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്പ്, അതായത് രണ്ട് വാല്യൂസ് മാത്രമാണ് ഡാറ്റ ടൈപ്പിനുള്ളിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഇന്റിലേക്ക് നോക്കുക, ഇന്റിലേക്ക് എത്ര ഡാറ്റാസ് അതിനകത്ത് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, ഇൻഫിനിറ്റ് ആണ്. 1, 2, 3 തൊട്ടിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ് ആസിനോ ഒരിക്കലും അളക്കാൻ പറ്റില്ല, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ സ്ട്രിങ്ങും, അതായത് സ്ട്രിങ്ങിന്റെ അകത്തേക്ക് നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഈ ടൈപ്പിനകത്ത് രണ്ട് ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, എസ് അല്ലെങ്കിൽ നോ. ഇത് പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ, അതായത് പൈത്തണിലേക്ക് വരുമ്പോൾ യെസ് ഓർ നോ അല്ല, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഈ രണ്ട് ഡാറ്റ ടൈപ്പാണ്, രണ്ട് ഡാറ്റാസ് ആണ് ഇതിലുള്ളത്, ഈ ഒരു ടൈപ്പിലുള്ളത്. ഇതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ബൂലിയൻ. ഓക്കെ, ബൂലിയൻ ഡാറ്റ ടൈപ്പ്. ഇതിനെ നമ്മൾ പൈത്തണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൂൽ, BOLL, സോറി BOOL. ഓക്കെ, ബൂൽ. ഇതാണ് നമ്മുടെ നാലാമത്തെ ഡാറ്റ ടൈപ്പ്, ബൂലിയൻ. സോ ഇന്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂൽ. ഈ 4 ഡാറ്റ ടൈപ്പ് ആണ് ഏറ്റവും വെരി ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കാനുള്ളത്. ഇന്റിജർ, ഫ്ലോട്ട്. ഇന്റിജർ എന്തിനാണ്? ഹോൾ നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഹോൾ നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇന്റിജർ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. സ്ട്രിങ് എല്ലാ ടെക്സ്റ്റ്, അത് ക്യാരക്ടർ ആയിക്കോട്ടെ സ്ട്രിങ് ആയിക്കോട്ടെ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്
str യൂസ് ചെയ്യും. ആൻഡ് ബൂലിയൻ എന്ന് പറയുന്നത് രണ്ട് വാല്യൂ, ഒന്നിക്കൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രൂ ഓർ ഫാൾസ് ഈ ട്രൂവും ഡിഫറെന്റ് ആണ് പൈത്തണിൽ. അതായത് ടി ക്യാപിറ്റൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വരുന്ന ട്രൂവും സ്മോൾ ലെറ്ററിൽ വരുന്ന ട്രൂവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററിന്റെ കേസും അവിടെ കൺസിഡർ ചെയ്യും. അതായത് ഇപ്പൊ ടി ഇത് വേറൊരു സാധനമാണ്, ഇത് വേറൊരു സാധനമാണ്, അത് രണ്ടും സെയിം ആയിട്ട് പൈത്തൺ കൺസിഡർ ചെയ്യില്ല. സോ അങ്ങനെയുള്ള ലാംഗ്വേജുകളെയാണ് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഈ ട്രൂവും, അതായത് നമ്മളിപ്പോ ക്യാപിറ്റൽ ലെറ്റർ ടി എഴുതിയിട്ടുള്ള ട്രൂവും സ്മോൾ ലെറ്റർ ടി എഴുതിയിട്ടുള്ള ട്രൂവും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഈ നമ്മുടെ പൈത്തണിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബൂലിയന്റെ അകത്തെ ട്രൂ ടി ക്യാപിറ്റൽ ആണ്. എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, ടി ക്യാപിറ്റൽ ആണ്. ഇത് സ്മോൾ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമും എറർ കാണിക്കും. സോ ട്രൂ ഫാൾസ് ഇത് രണ്ടും മാത്രം കാണിക്കുന്ന ബൂലിയൻ ആയിട്ട് ഇങ്ങനെയുള്ള 4 ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് ഈ ഡാറ്റ ടൈപ്സിന്റെ അകത്ത് ഇപ്പം ബേസിക് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കാനുള്ളത്. സോ ഇത്രയാണ് ഡാറ്റ ടൈപ്സിന്റെ അകത്ത് നമുക്ക് അറിയാനുള്ളത്. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് വേരിയബിൾ? നമ്മൾ ഇനി അങ്ങോട്ട് വേരിയബിളുകളാണ് എപ്പോഴും പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എന്താണ് വേരിയബിൾ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് എന്തിനാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നതെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വേരിയബിൾ യൂസ് ചെയ്യാന്ന് പറയണം. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് അങ്ങോളം ആവശ്യമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ്. സോ വേരിയബിൾ, ഓക്കെ. സോ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്തിനാണ് വേരിയബിൾ എന്ന് പറയാം, എന്നിട്ട് എന്താണ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, എന്തിനാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു കൺസെപ്റ്റ് പറയാം, എന്താ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിലൊരു വലിയ ഷെൽഫ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു കൂട്ടുകുടുംബാന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു 10-15 ഫാമിലിയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബാന്ന് വിചാരിക്കും, ഒരു ഇമാജിനേഷൻ കേട്ടോ. അപ്പം അവർക്ക് എല്ലാവർക്കും കൂടി ആ വീട്ടിലൊരു വലിയ ഷെൽഫ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഷെൽഫേ ഉള്ളൂ. അതിൽ ഹ്യൂജ് നമ്പർ ഓഫ് എന്താ പറയാ ബോക്സസ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ ഷെൽഫ് പോലെ അല്ലെ. നിങ്ങൾക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഓരോ ഫാമിലിക്കും ഓരോ മെമ്പേഴ്സിനും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് അങ്ങനെ ഇന്ന മെമ്പറിന് വേണ്ടിയിട്ട് ഇന്ന ഷെൽഫ് അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് കള്ളിയിൽ വേണമെങ്കിലും സാധനങ്ങൾ വെക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10,000, ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഇതൊന്നും പോസിബിൾ ആയിരിക്കില്ല, ബട്ട് ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, ഒരു വലിയ ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫിൽ ഒരുപാട് കള്ളികൾ. ഓക്കെ, അങ്ങനെ വലിയ ഷെൽഫാണ് നേരിക്കും. ഓക്കെ, സോ ഒരു 5,000 അറകളുള്ള ഒരു വലിയ ഷെൽഫാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫാമിലിയിലെ എല്ലാവർക്കും സ്റ്റോർ ചെയ്യാൻ ഈ ഒരൊറ്റ ഷെൽഫേ ഉള്ളൂ. അപ്പൊ എവിടെ വേണ്ടിക്കും സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ആ ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഈ ഒരു കള്ളിയിൽ ഞാൻ എൻ്റെ കുറച്ച് ലാപ്ടോപ്പും എൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു രാവിലെ പോകുമ്പോൾ. ഓക്കെ, ഞാൻ രാവിലെ ഓഫീസിലൊക്കെ പോയി വൈകുന്നേരം തിരിച്ചു വരികയാണ്. ഞാൻ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഈ 5000 ബോക്സസ് ഉള്ള ഈ ഷെൽഫിൽ നിന്ന് ഏത് ഷെൽഫിൽ ഞാൻ വെച്ചു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? മേ ബി എന്നല്ല, ഉറപ്പായിട്ട് മറന്നു പോകും അല്ലെ. അപ്പൊ ഈ സാധനം എനിക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? ഞാൻ ഈ 5000 കള്ളിയും തുറന്നു നോക്കേണ്ടി വരും, അല്ലെങ്കിൽ റാൻഡംലി കുറെ തുറന്നു നോക്കുമ്പോഴായിരിക്കും എനിക്ക് ഒന്നിൽ നിന്ന് കിട്ടുക. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഇതിന് പകരം ഈ ഓരോ കള്ളിക്കും അല്ലെങ്കിൽ ഓരോ അറയ്ക്കും ഓരോ നമ്പർ ഉണ്ടെന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു 100 അങ്ങനെ, ഓക്കെ, 2, 3 അല്ലെങ്കിൽ 1 or 2 അങ്ങനെ ഓരോന്ന് കള്ളിക്കും ഓരോ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ രാവിലെ എന്റെ ആക്സസറീസ് വെച്ചാൽ ഈ ഒരു അറയുടെ നമ്പർ ഒരു 270 ആണെന്ന് വിചാരിക്കും. 270ാമത്തെ ബോക്സിലാണ് ഞാൻ എന്റെ ആക്സസറീസ് വെച്ചിട്ട് പോയത്. ഇത് ഞാൻ നോട്ട് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ വെച്ചത് 270ാമത്തെ കളിയിലാണ്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ മറന്നുപോയാലും എനിക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാം. എന്നിട്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ കളി തന്നെ എനിക്ക് സെർച്ച് ചെയ്യാം, എടുക്കാം. സോ ഇറ്റ് വിൽ ബി വെരി ഈസി, റൈറ്റ്? ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലെ? എന്തായിരുന്നു ഫസ്റ്റ് സംഭവിച്ചത്? ഒരു സാധനം, എന്റെ ആക്സസറീസ് ഞാൻ ഒരു ബോക്സിൽ വെച്ചു, പക്ഷെ അത് തിരിച്ചെടുക്കേണ്ട എവിടെയാണെന്ന് എനിക്ക് അറിയില്ല അല്ലെ. സോ നമ്മള് ഒരു സാധനം സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ. നമ്മൾ ഏത് സാധനവും സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? അത് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് വേണ്ടാത്തൊരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെക്കും ഇല്ല, നമ്മളത് ത്രോ ഇറ്റ് അവേ ആണ്, കളയാണ് ചെയ്യുക. നമ്മളൊരു സാധനം സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരിച്ചെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് തിരിച്ച്
അത് നമുക്ക് വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സോ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഐഡന്റിഫിക്കേഷൻ തിങ് വേണം. അത് എവിടെ വെച്ചു എന്ന് അറിയുന്ന ഒരു സാധനം വേണം. ക്ലിയർ? സോ ഈ സാധനം നമുക്ക് ഇനി ഏതിലേക്ക് പോവാം? പ്രോഗ്രാമിംഗിലേക്ക് പോവാം. ഈ വീട്, നിങ്ങളുടെ ഈ കുറെ ആൾക്കാർ താമസിക്കുന്ന ഈ വീട് നമ്മുടെ കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ കമ്പ്യൂട്ടർ. ഓക്കെ, ഈ കമ്പ്യൂട്ടറിലുള്ള മെമ്മറിയാണ് നിങ്ങളുടെ ഷെൽഫ്. ഓക്കെ, നിങ്ങളുടെ ഷെൽഫ് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിലുള്ള മെമ്മറിയാണ്. ആസ് യു നോ, മെമ്മറി ഒരുപാട് അതിന്റെ അകത്ത് സ്ലോട്ട്സ് ഉണ്ടാവും അല്ലെ? ഒരുപാട് മെമ്മറി സ്ലോട്ട്സ് ഉണ്ടാവും. ഡിഫറെന്റ് സൈസ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറി സ്ലോട്ട്സ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സേവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരാളുടെ പേര് സേവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മിഥുൻ എന്ന് പറയുന്ന ഒരാളുടെ പേര്, അയാളുടെ പേരും നമ്പറും എനിക്ക് സേവ് ചെയ്യണം. എന്തിനാ സേവ് ചെയ്യുന്നത്? തിരിച്ചെടുക്കാൻ, വീണ്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാളുടെ നെയിം ഞാൻ ഇവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, എക്സാമ്പിൾ മിഥുൻ ഇവിടെ സേവ് ചെയ്തു. സോ ആസ് യു നോ, മെമ്മറിയിൽ ഇഷ്ടം പോലെ സ്ലോട്ട്സ് ഉണ്ടാവും, മെമ്മറി സ്ലോട്ട്സ് ഉണ്ടാവും അല്ലെ? ഇത് ഞാൻ എങ്ങനെ തിരിച്ചെടുക്കും? എന്തിനാ സേവ്? ഫോർ എക്സാമ്പിൾ മിഥുൻ സേവ് ചെയ്തു, മിഥുന്റെ നമ്പറും സേവ് ചെയ്തു. 1 2 3 4 5 6. ഓക്കെ, ഇത് നമ്പറാണ്. ഈ മിഥുന്റെ പേരും അല്ലെങ്കിൽ മിഥുൻ എന്ന് പറയുന്ന ആ നെയിമും ഈ നമ്പറും എനിക്ക് റീകോൾ ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചെടുക്കണം. എങ്ങനെ എടുക്കും? ഹൗ ഡു യു ഡു ദാറ്റ്? ഇത് എങ്ങനെ എടുക്കും? ഇത്രയും മെമ്മറീസിൽ ഇത്രയും ഡാറ്റ ഉണ്ട്. ഇതിന്റെ അകത്ത് എവിടെ ഞാൻ എടുക്കും അതിനെ? സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ ട്രിക്ക് ഇവിടെയും ചെയ്യാം അല്ലെ? ഈ ഒരു ബോക്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഇതൊരു ബോക്സ് അല്ലേ? ഈ ഒരു ബോക്സ് അല്ലെ? ഈ ഒരു ബോക്സിന് നമ്മൾ പേര് കൊടുക്കുകയാണ് നെയിം. ഓക്കെ, നെയിം. ഈ ഒരു ബോക്സിന് നമ്മൾ വേറൊരു പേര് കൊടുക്കുകയാണ് നമ്പർ. Hope you got the point. ഇനി എനിക്ക് എന്ത് വെച്ചിട്ട് ആക്സസ് ചെയ്യാം? ഈ ബോക്സിന് ഞാൻ കൊടുത്ത പേര് വെച്ചിട്ട്, അതായത് നെയിം അല്ലെ? ഈ നെയിം എന്ന് പറയുന്ന പേര് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആക്സസ് ചെയ്തെടുക്കാം അല്ലെ? ഈ നെയിം നമ്മൾ നേരത്തെ ചെയ്തില്ലേ? നമ്മുടെ ഷെൽഫിന്റെ അകത്ത് നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഷെൽഫിലാണ് ഞാൻ സാധനം വെച്ച് ഈസി ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ നമ്പർ അല്ല, ഇവിടെ നമ്മൾ ഓരോ ഷെൽഫിനും അല്ലെങ്കിൽ ഓരോ ബോക്സിനും ഒരു നെയിം ആണ് കൊടുക്കുന്നത്. ക്ലിയർ? സോ ഇപ്പൊ നമ്പർ എടുക്കണം, ഫോൺ നമ്പർ എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പറിനെ ആക്സസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫോൺ നമ്പർ അവൈലബിൾ ആയിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ്? ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മെമ്മറിയിൽ പോയിട്ട് മെമ്മറിക്ക് ഒരു ബോക്സ് എടുത്ത് ആ ബോക്സിൽ സേവ് ചെയ്ത് ആ ബോക്സിന്റെ ഒരു നെയിം കൊടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്താണ് വേരിയബിൾ എന്ന് പറയാം. സോ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നെയിം ഈക്വൽ ടു മിഥുൻ. ഇതിൽ ഈ ഡബിൾ കോട്ട് എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നൗ എന്താണ് വേരിയബിൾ, എങ്ങനെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ. സോ നെയിം ഈക്വൽ ടു മിഥുൻ. ഇതില് ഇങ്ങനെയാണ് ഒരു വേരിയബിൾ പൈത്തണിൽ ക്രിയേറ്റ്. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജാവയൊക്കെ പഠിച്ചവരാണെങ്കിൽ ജാവയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ്. സ്ട്രിങ് നെയിം ഈക്വൽ ടു മിഥുൻ, ഇങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇതുവരെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും പഠിക്കാത്ത ഫസ്റ്റ് പഠിക്കുന്ന ആളാണെങ്കിൽ ലീവ് ഇറ്റ്, വിട്ടേക്ക്, കൺഫ്യൂഷൻ ആവുക. ജാവയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പണിയൊന്നുമില്ല പൈത്തണിൽ. ജസ്റ്റ് നെയിം ഈക്വൽ ടു പൈത്തൺ ഇത്രയും കൊടുത്തു. ഈ പറയുന്ന സാധനം, ഈ ഒരു ഓപ്പറേറ്റർ, ഇത് നമ്മൾ പറഞ്ഞുതരാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് അതിന് പറയാ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പൈത്തണിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നെയിം ഈക്വൽ ടു വാല്യൂ. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. എനിക്കിപ്പോ ഒരാളുടെ ഏജ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ ഏജ് ഈക്വൽ ടു 25. ഇങ്ങനെ ഞാനൊരു വേരിയബിൾ പ്രോഗ്രാമിംഗിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിത് പ്രോഗ്രാമിംഗിൽ എങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായി കാണിച്ചു തരും. ഇതിന്റെ ആദ്യം കൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോവാം. സോ ഞാൻ ഇങ്ങനെ ഒരു ഏജ് ഈക്വൽ ടു 25 എന്നൊരു വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമിംഗിൽ ഒരു ബോക്സ്, ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ബോക്സ്. ഓക്കെ, ഈ ഒരു ബോക്സ് എന്താവും? ഇവിടെ 25 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ പോയി സ്റ്റോർ ആവും. 25 വാല്യൂ, ഇതാണ് വാല്യൂ കേട്ടോ. എന്താണോ
നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതാണ് വാല്യൂ. ആ വാല്യൂ പോയിട്ട് എവിടെ പോകും? ആ ബോക്സിൽ സ്റ്റോർ ആവും. എന്നിട്ട് ആ വാല്യൂന് നമ്മൾ കൊടുക്കുന്ന പേര് അതിവിടെ എന്താ? ഏജ് ആണ്. ആ ഏജ് വന്നിട്ട് എന്താവും? ഇവിടെ സ്റ്റോർ ആവും. ആ ബോക്സിന്റെ പേര്, ആ കണ്ടെയ്നറിന്റെ പേരായിട്ട് ആ നമ്മൾ കൊടുക്കുന്ന നെയിം സ്റ്റോർ ആവും. ഓക്കെ, സോ ഇവിടെ ഏജ് ഇവിടെ സ്റ്റോർ ആവും, വാല്യൂ ആ കണ്ടെയ്നറിൽ സ്റ്റോർ ആവും. ഇനി നമുക്ക് ഈ 25 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏജിനെ യൂസ് ചെയ്താൽ മതി. ഈ ഏജ് എവിടെ വിളിച്ചാലും അല്ലെങ്കിൽ എവിടെ നമുക്ക് എങ്ങനെയാണ് ആ വാല്യൂ തിരിച്ചെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഏജിനെ യൂസ് ചെയ്താൽ മതി നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ നടക്കുന്ന പ്രോസസ്. ഇനി എന്താണ് വേരിയബിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ കൺസിഡർ നിങ്ങളുടെ മെമ്മറിയാണ്. നിങ്ങളുടെ മെമ്മറിയിൽ കുറെ സ്പേസസ് ഉണ്ട്, ഇങ്ങനെ കുറെ സ്പേസസ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഏജ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ബോക്സിന്റെ അത് ഞാൻ ഈ ബോക്സിൽ എങ്ങനെയാ സ്റ്റോർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രോഗ്രാമിംഗിന്റെ കൺസെപ്റ്റുകളാണ്. അതായത് പൈത്തന്റെ ഇന്റർപ്രറ്റർ ആണ് അതൊക്കെ ഡിസൈഡ് ചെയ്യുക. അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് കോഡ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഈ 25 പോയിട്ട് ഇവിടെ സ്റ്റോർ ആവും. ഇതിന്റെ ഈ കണ്ടെയ്നറിന്റെ ഈ ബോക്സിന്റെ പേരായിട്ട് ഏജ് വരും. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്തിനാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതായത് എന്തിനാ? തിരിച്ചെടുക്കാൻ അല്ലെ? അത് ആ ഒരു സ്റ്റോർ ചെയ്ത സാധനത്തിനെ വീണ്ടും എടുക്കാനൊക്കെയാണ്, നമ്മൾ റീകോൾ ചെയ്യാനാണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. എങ്ങനെയാ? ഏജ് ഈക്വൽ ടു 25. ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേരിയബിൾ എന്തിനാണെന്ന് പറയാം. ഓക്കെ, ഈ ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സിമ്പിൾ, വെരി സിമ്പിൾ. അതായത് ഇപ്പൊ ഒരു സാധനം ഉണ്ട്, ഈക്വൽ ടു ഒരു സാധനം ഉണ്ട്. എന്താ സംഭവിക്കുക? റൈറ്റ് സൈഡിലെ വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്യപ്പെടും. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അതായത് ഇപ്പോ കളർ, ഇതാണ് വേരിയബിൾ നെയിം, ഇത് ബ്ലൂ. ഓക്കെ, സോ ബ്ലൂ എന്ന് പറയുന്ന വാല്യൂ കളർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താവുന്നു? സ്റ്റോർ ചെയ്യപ്പെടും. സോ ഇതാണ് കൺസെപ്റ്റ്, സിമ്പിൾ. സോ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ എവിടെ വന്നാലും അതിന്റെ മീനിങ് ഈ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യപ്പെടുകയാണ്. ഇതിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടത്തേക്ക് വരുമ്പോ ഇവിടെ 3 സാധനങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഏജ്. ഇതിന് പറയുന്ന പേര്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കണ്ടെയ്നറിന്റെ പേര്, ഇതിന് പറയുന്ന പേര് വേരിയബിൾ നെയിം എന്നാണ്. വേരിയബിൾ നെയിം. ഓക്കെ, ഇതെന്താ? ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇതെന്താ? 25 വാല്യൂ. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് വൺ മോർ. ഏജ് ഈക്വൽ ടു 25. ഇവിടെ ഏജ് എന്ന് പറയുന്നത് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം. വേരിയബിൾ നെയിമിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും അതാണ് കേട്ടിട്ടുണ്ടാവുക, ഐഡന്റിഫയർ. എന്താണ് ഐഡന്റിഫയർ? ഈ വേരിയബിൾ നെയിമോ ഐഡന്റിഫയറും ഒരേ സാധനമാണ്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വന്ന സാധനത്തിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതെന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇതെന്താണ്? വാല്യൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് വേരിയബിളിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് എന്തിനാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സോറി എന്താണ് വേരിയബിൾ നമുക്ക് പഠിക്കും. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ, ഐ മീൻ മെമ്മറി എങ്കിൽ അതിൽ കുറെ സ്ലോട്ട്സ് ഉണ്ട് അല്ലെ. ശരിക്ക് ഡെഫിനിഷൻ ഞാൻ ആദ്യം പറയാം. വേരിയബിൾ ഈസ് എ നെയിംഡ് മെമ്മറി കണ്ടെയ്നർ. ക്ലിയർ? ആ ഡെഫിനിഷൻ തന്നെ സംഭവം ക്ലിയർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മെമ്മറിയിലുള്ള ഒരു കണ്ടെയ്നർ. മെമ്മറിയിലുള്ള ഒരു കണ്ടെയ്നർ. മെമ്മറിയിലുള്ള ഒരു കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിന്റെ അതായത് ഒരു നെയിം കൊടുക്കുന്നു നമ്മൾ, ഫോർ എക്സാമ്പിൾ ഏജ് അല്ലെ. സോ ഇതെന്തായി? വേരിയബിൾ ആയി. സോ ഇത് മെമ്മറിയാണ്. ആ മെമ്മറിയിലുള്ള ഒരു നെയിം കൊടുത്തിട്ടുള്ള
ഒരു മെമ്മറി കണ്ടെയ്നർ. നമ്മൾ നേരത്തെ ഷെൽഫ് ഒക്കെ പഠിച്ചു, ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉള്ള, അതേപോലെ മെമ്മറിയിലുള്ള ഒരു നെയിം ഉള്ള ഒരു കണ്ടെയ്നർ ആണ് എന്ത്? വേരിയബിൾ. ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. സോ നെയിംഡ് മെമ്മറി കണ്ടെയ്നർ ആണ് വേരിയബിൾ. സോ ഇതാണ് വേരിയബിൾ നെയിം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു മിഥുൻ, ഇതൊരു വേരിയബിൾ ആണ്. ഇത് എന്ത് സംഭവിക്കും? ആദ്യം ഇതൊരു നെയിം, ഇതൊരു നെയിംഡ് മെമ്മറി കണ്ടെയ്നർ ആയിരിക്കും. ഓക്കെ, സോ ഈ മെമ്മറി കണ്ടെയ്നറിന്റെ പേരാണ് നെയിം. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നെയിം ആണ്. ഇതിന്റെ വാല്യൂ ആയിരിക്കും മിഥുൻ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് വേരിയബിൾ, നെയിംഡ് മെമ്മറി കണ്ടെയ്നർ. അതെന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മള് ഇന്നലെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ നമ്മൾ ഫസ്റ്റ് പ്രിന്റിൽ ഹലോ വേൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രിന്റ് ഹലോ വേൾഡ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഇതായിരുന്നു. ഈ ഹലോ വേൾഡിന് പകരം ഇപ്പൊ ഞാൻ പ്രോഗ്രാമിംഗിൽ let me write it one more. സോ ഇത് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിംഗിന്റെ പേജിൽ നിന്ന് വരിക. ഞാനിത് പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ പറയുന്നുള്ളൂ. നെയിം ഓക്കെ ഈക്വൽ ടു മിഥുൻ ഇങ്ങനെ കൊടുത്തു, വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ലൈനിൽ പ്രിന്റ് ഫംഗ്ഷന്റെ അകത്ത് നെയിം കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഡബിൾ കോട്ട് ഇട്ടിട്ടില്ല. ഓക്കെ, വെറുതെ ഇത് ഇവിടെ എന്താണ് വേരിയബിൾ നെയിം ഉള്ളത് അതാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൺസോളിൽ എന്ത് വരുന്ന പറഞ്ഞാൽ മിഥുൻ എന്ന് പ്രിന്റ് ആവും. ഈ നെയിം മിഥുൻ മാറ്റിയിട്ട് ഞാൻ എന്താക്കുന്നു? സിബിൻ ആക്കുന്നു. ഓക്കെ, സോ സിബിൻ ആക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഓട്ടോമാറ്റിക്കലി മാറും. എന്താവും? സിബിൻ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് വേരിയബിൾ. അതായത് വാല്യൂ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് വേരിയബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ആ വേരിയബിളിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളൊരു പ്രോഗ്രാമിംഗില് നെയിം ലെറ്റ് ഇറ്റ് ബി ഏജ്. ഓക്കെ, ഏജ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തു. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ടേബിൾ ഇതാണ്. ഓക്കെ, നമ്മുടെ മെമ്മറി ഇതാണെന്ന് വിചാരിക്കാം, അസ്യൂം ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇവിടെ ഏജ് വരും അല്ലെ? സോ ഇവിടെ ഏജ്, എന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ, ഈ ഒരു കണ്ടെയ്നറിനാണ് ഏജ് എന്ന് പേര് കൊടുത്താൽ ഇവിടെ വാല്യൂ 25 എന്ന് സ്റ്റോർ ചെയ്യും. ക്ലിയർ? അടുത്ത ലൈനില്, തൊട്ടടുത്ത ലൈനിൽ ഞാൻ വീണ്ടും എഴുതുന്നു ഏജ് ഈക്വൽ ടു 30. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇത് ഈവൻ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് പോലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആണ്, ബട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. പലരും ഇതിന്റെ ആൻസർ പറയുന്നത് ഈ 25 ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞു, സോറി 25 ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ഇവിടെ 30 വരുന്നതാണ്. ഇത് ഇങ്ങനെയല്ല. സാധാരണ വേരിയബിൾ എന്ന് പറഞ്ഞാൽ, വേരിയബിൾ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? വാല്യൂ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറഞ്ഞ പേര് വന്നത്. കോൺസ്റ്റന്റ് അല്ല, വാല്യൂ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വേരിയബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും നമ്മൾ ഈ 25 മാറ്റി 30 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂ മാറിയിട്ട് എന്താവും? 30 ആവും. പക്ഷെ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവിടെ 25 തന്നെ ഉണ്ടാവും. ഓക്കെ, ഏജ് ഇവിടെ 25 തന്നെ ഉണ്ടാവും. ഏജ് ഈക്വൽ ടു 30 നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ വേറെ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വേറെ ഒരു കണ്ടെയ്നർ ക്രിയേറ്റഡ് ആവും. എന്നിട്ട് അവിടെ 30 എന്ന് സ്റ്റോർ ആവും. ക്ലിയർ? സംഭവിക്കാൻ പോകുന്നത് ഈ എഴുതിയിരിക്കുന്ന നെയിം അവിടെ നിന്ന് മാറും. എവിടത്തേക്ക് പോയിന്റ് ചെയ്യും? ഇവിടെ ആവും പിന്നെ നെയിം വരും. ഇവിടെ ഉണ്ടാവില്ല. ഇത് ഒരു പേരില്ലാത്ത ഒരു കണ്ടെയ്നർ ആയിട്ട് അവശേഷിക്കും. നാഥനില്ലാത്തൊരു കളറി അല്ലെങ്കിൽ പേരില്ലാത്തൊരു ബോക്സ് അങ്ങനെയായിട്ട് അവിടെ അവശേഷിക്കും. ആർക്കും ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു ഐഡന്റിഫയർ ഉണ്ടോ? ഇല്ല. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനോ തിരിച്ചെടുക്കാനോ ഒരു സാധനം ഇവിടെ ഇല്ല. ഇത് ഇവിടെ ഇങ്ങനെ അവശേഷിക്കും. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഗാർബേജ് കളക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഗാർബേജ് കളക്ടർ. ഓക്കെ, ഈ ഗാർബേജ് കളക്ടർ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതേപോലെ പോയിന്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നെയിം ഇല്ലാത്ത
വേരിയബിൾസിനെ മൊത്തം ക്ലീൻ ചെയ്ത് പോകും. ഓക്കെ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് പോകും. ഫ്യൂച്ചറിൽ അതായത് പ്രോഗ്രാം നിങ്ങൾ വീണ്ടും റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നെയിം ഇല്ലാത്ത അല്ലെങ്കിൽ ഐഡന്റിഫയർ ഇല്ലാത്ത വേരിയബിൾസിനെ മൊത്തം എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്തു. സോ ഇങ്ങനെയാണ് ഒരു വേരിയബിളിൽ ഡിഫറെന്റ് വാല്യൂസ് വരുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ആ സെയിം സ്ഥലത്ത് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും അടുത്ത വാല്യൂ വരികയല്ല, പുതിയൊരു ബോക്സിൽ വാല്യൂ ഇപ്പൊ 35 ഫോർ എക്സാമ്പിൾ ഏജ് ഈക്വൽ ടു 35 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 35 ഇവിടെ വരും, ഇവിടെ ഈ നെയിം പോവും, ഇവിടത്തേക്ക് നെയിം വരും. ഓക്കെ, അത് അവിടെ പോയിന്റ് ചെയ്യും, പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. സോ ഇനി ഞാൻ നെയിം പ്രിന്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, പ്രിന്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 25 വരുമോ 30 വരുമോ 35 വരുമോ? ഉറപ്പായിട്ടും 35 വരുള്ളൂ അല്ലേ, കാരണം ഇതല്ലേ ഇപ്പം നെയിം പോയിന്റ് ചെയ്തിരിക്കുന്നത് 35ലേക്കാണ്. സോ ഉറപ്പായിട്ടും ഔട്ട്പുട്ടില് 35 ആയിരിക്കും വരിക. സോ ഇതാണ് പ്രോഗ്രാമിംഗില് വേരിയബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വേരിയബിൾ എന്താണ്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇനി ഇതിന്റെ പ്രോഗ്രാം നോക്കാം. ഇത് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്തിട്ട് ഒരു 3-5 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അത് ഒന്ന് ഔട്ട്പുട്ട് കാണിക്കാം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. സോ നമുക്കത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം മീൻസ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ ലെറ്റ് മീ ഓപ്പൺ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റീസെന്റ് പ്രൊജക്റ്റ് ഉണ്ട് ഇവിടെ. സോ ലാസ്റ്റ് വർക്ക് ചെയ്ത പ്രൊജക്റ്റ്. സോ ലെറ്റ്സ് ഓപ്പൺ ദാറ്റ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാണ് ചെയ്തത്. സോ ലെറ്റ് മീ റിമൂവ് ദാറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൈറ്റ് ക്രിയേറ്റ് എ വേരിയബിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സും പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എല്ലാ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലും ഓരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റിജർ നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം ഒരു ഏജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏജ് ഈസ് ഈക്വൽ ടു 35. ക്ലിയർ? സോ ജസ്റ്റ് നോക്കുക, ഇത് ഐഡന്റിഫയർ, ഏജ് എന്നുള്ളത് ഐഡന്റിഫയർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ വാല്യൂ. ഓക്കെ, ദെൻ നെയിം ഈസ് ഈക്വൽ ടു മിഥുൻ. ഓക്കെ, ക്ലിയർ ഐ തിങ്ക്. ഓക്കെ, ദെൻ നമുക്ക് ബൂലിയൻ പഠിക്കാം. ഓക്കെ, ഈസ് ഇന്ത്യൻ. ഓക്കെ, ഇങ്ങനെ ബൂലിയൻ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ അപ്പം അതിന്റെ വാല്യൂ ട്രൂ. ഓക്കെ, ട്രൂ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോട്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് മാർക്സ്. ഓക്കെ, ഈക്വൽ ടു 75.2%. സോ ഇത് ഒരു ഫ്ലോട്ട് വേരിയബിൾ ആണ്. സോ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഏജ്, നെയിം, ഈസ് ഇന്ത്യൻ, അതൊരു ബൂലിയൻ ആണ്, മാർക്സ് അതൊരു ഫ്ലോട്ട് ആണ്. സോ 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിന്റ് ജസ്റ്റ് എന്താ പ്രിന്റ് ചെയ്തത്, ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് മാത്രമാണ് പ്രിന്റ് ചെയ്തത്. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പ്രിന്റ് ചെയ്യുന്നത് ഏജ്. ഓക്കെ, സോ നമുക്കിനി റൺ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് go and run it. Okay, okay, you got the output 35. Clear? സോ 35 ഔട്ട്പുട്ട് കിട്ടി. നമുക്കിനി 4 വേരിയബിൾ. ഇപ്പം പ്രിന്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിന്റ് ഒരു ഫംഗ്ഷൻ ആണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തന്നെ അതാണ് പ്രിന്റ് ഫംഗ്ഷൻസ് എന്താണ്. സോ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. സോ ഈ പ്രിന്റിനുള്ളിൽ നമുക്ക് കോമ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ നെയിം, ഏജ്, നെയിം, ഈസ് ഇന്ത്യൻ. ഓക്കെ, ഈസ് ഇന്ത്യൻ, സോറി, ഈസ് ഇന്ത്യൻ. ഓക്കെ, ഈസ് ഇന്ത്യൻ. ദെൻ ലാസ്റ്റ് വൺ മാർക്സ്. സോ ഈ ഒരു ഐ ഡി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു നോർമൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സാധനം. അതിനകത്ത് ചെയ്യുമ്പോൾ ഈ പറയുന്ന സജഷൻസും കാര്യങ്ങളും ഇത് നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ മോർ ഫാസ്റ്റർ ആക്കും. നമ്മൾ ഈ ഒരു സീരീസിൽ ഇതിനെ മോർ ഫാസ്റ്റർ, 20x ഫാസ്റ്റർ ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ChatGPT അല്ലെങ്കിൽ മറ്റേ ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാമിങ്ങിനെ മോർ ഫാസ്റ്റ് ആക്കണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബേസിക്സ് നന്നായിട്ട് ഉറപ്പിക്കണം. ബേസിക്സ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവണം. എന്നിട്ട് നമ്മൾ ടൂൾസിന്റെ ഹെൽപ്പോട് കൂടി മോർ ഫാസ്റ്റർ ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 4 വേരിയബിൾസും ക്രിയേറ്റ് ചെയ്തു. സോ ലെറ്റ്സ് റൺ ഇറ്റ്.
സോ വിൽ ഗെറ്റ് ഇറ്റ് 35, മിഥുൻ ട്രൂ 75.2. സോ 4 വേരിയബിൾസും കിട്ടി. ക്ലിയർ? ഇനി നമുക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പ്രോഗ്രാം കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ, വെരി സിമ്പിൾ. സോ വാട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ്, number 1 is equal to 30. ഓക്കെ, number 2 രണ്ട് ഇൻറ്റിജർ വേരിയബിൾസ് ആണ്, 20. ഓക്കെ, ഇത് രണ്ടും ഇൻറ്റിജർ വേരിയബിൾസ് ആണ്. സോ ഐ എം ജസ്റ്റ് പ്രിന്റിങ്, എന്താ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്, num1 പ്ലസ് num2. ശരിക്കും നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട് അല്ലേ, അതായത് ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ഡാറ്റ ടൈപ്പ് അല്ലേ, ഒരു ഡാറ്റയുടെ ടൈപ്പ് എന്താണ്, അല്ലെ അതെന്താണ്, ഇപ്പം ഇൻറ്റിജർ നമ്പർ ആണെങ്കിൽ അത് ഇൻറ്റ് ആയിരിക്കും അല്ലേ. ശരിക്കും നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു നെയിംഡ് മെമ്മറി കണ്ടെയ്നർ ആണ് അല്ലേ, ക്ലിയർ അല്ലേ. സോ ആ വേരിയബിളിൽ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിനുള്ളിൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഒന്നുകൂടി, അതായത് ഒരു കണ്ടെയ്നർ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു മെമ്മറി കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിനുള്ളിൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്, അപ്പോൾ അതൊരു ഇപ്പം 30 ആണെങ്കിൽ അതൊരു ഇൻറ്റിജർ ആണ് അല്ലേ, അപ്പോൾ അത് ഇൻറ്റ് ആയിരിക്കും അതിൻ്റെ ടൈപ്പ്. സോ അതിൻ്റെ ഉള്ളിൽ സ്ട്രിങ് ആണ്, അതായത് മിഥുൻ എന്നുള്ളൊരു പേരാണ്, അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ആ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അതായിരിക്കും. ഒന്നുകൂടി, ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്യാൻ, അത് നമുക്ക് നോക്കാം. സോ പ്രിന്റ് num1 and plus num2, നമ്മൾ വെറുതെ സം ചെയ്യാണ് പ്ലസ് ഓപ്ഷൻ വെച്ചിട്ട്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് 50. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഒരു കാര്യം ഇപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫംഗ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ പ്രിന്റ് കൊടുത്തു, എന്നിട്ട് അതിനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് ഓഫ്. ഓക്കെ, ടൈപ്പ് ഓഫ്, എന്നിട്ട് അത് നമ്പർ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനൊരു സാധനം ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഫംഗ്ഷൻ എന്താണെന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻറ്റ്, ക്ലാസ് ഇൻറ്റ്. സോ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആണ്, ക്ലാസ് ഇൻറ്റ് ആണ്. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. സോ ഇത്രയാണ് ഞാൻ ഒരു സെക്ഷനിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് പോകെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനും പഠിക്കാം. ഒരു സെക്ഷൻ മിസ് ചെയ്യരുത്, കാരണം ഓരോ സെക്ഷനിൽ ഓരോരോ പുതിയ പോയിന്റ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ബേസ് ഉറച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് സെക്ഷനിൽ കാണാം.